അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ചാ ഞാനും നിങ്ങളും ജീവിച്ചത്. ഈ കൃപയിൽ വരുന്നതിന് മുമ്പ് ലോകത്തിന്റെ കാലഗതി എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിന്റെ അല്ല. ലോകമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമായി പറയുന്നത്. രക്ഷിക്കപ്പെടാത്തവർ ലോകമക്കള്, ദൈവമക്കളും ലോകമക്കളും. അപ്പൊ രക്ഷിക്കപ്പെടാത്തവർക്ക് ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ചാ ഒരു കാലത്ത് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചത്. ഇനിയിപ്പോ അത് പാടില്ല. ഇപ്പൊ നാം ദൈവമക്കളാ. യോഹന്നാൻ പറഞ്ഞ കാൺമീന്നാ. അപ്പൊ നമുക്കിനിയും വേറെ പുസ്തകം പറയുന്നതനുസരിച്ച് വേണം പോകാൻ. നേരത്തെ ലോകത്തിന്റെ കാലഗതി അനുസരിച്ചാ. അതുകൊണ്ടാ ഓപ്പണായിട്ട് അങ്ങ് പറയാം, രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഓണം ആഘോഷിക്കുമായിരുന്നു. ഓണം തൂശനിലേക്ക് വെട്ടിയിട്ട് ഉപ്പേരിയൊക്കെ വറുത്ത് പരിപ്പും പപ്പടവും പായസവും ഒക്കെ കൂട്ടി പേശായിട്ട് നല്ല പിടിപ്പീരി. ഇപ്പോഴും ചിലര് ആ ആത്മാവ് ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ചെല്ലുവിൻ്റെ പെന്തിക്കോസുകാർ സഭയോഗം വെക്കുന്നുണ്ട്. പിള്ളേരെ പറഞ്ഞ് അനിയത്തിയുടെ വീട്ടിൽ വിടും. അനിയത്തി രക്ഷിക്കപ്പെട്ടത് പിള്ളേരുടെ നിങ്ങൾ അനിയത്തിയുടെ നമ്മൾ ചോദിക്കും അമ്മ പിള്ളേരെ പ്രാർത്ഥനയ്ക്ക് ഒരു അനിയത്തിയുടെ വീട് വരെ പോയി അവിടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ വിടുന്ന ആൾക്കാരുണ്ട്. അവർ ഞായറാഴ്ച മുന്നേ ഇരുന്ന് ഇങ്ങനെ ഈ കീ കൊടുക്കുന്ന പാവ ഇരിക്കും പോലെ കീ കൊടുക്കുന്ന പിള്ളേർക്ക് കണ്ടിട്ടില്ലേ? ആദ്യം ഇച്ചിരി കൊടുക്കണം, കൊടുത്തേച്ച് നമ്മൾ കൈ വിടുമ്പോൾ ഇത് കുറേ നേരം പിന്നെ അനക്ക ഒന്നുമില്ല. കാരണം ഇതൊക്കെ തീർന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ? ഞാൻ പലരെയും ശ്രദ്ധിക്കുന്നുണ്ട്. കീ കൊടുത്ത് പാട്ട് പാടുമ്പോൾ കീ കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് പിന്നെയും പാസ് അവിടെ ഇരുന്ന് ഇച്ചിരി നേരം കീ കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? ചെല്ലിച്ചിരിക്കുന്നത് അയ്യോ ഞാൻ അങ്ങനെ ആണല്ലോ, അതാ ഭാഷ എൻ്റെ കാര്യമാണ്. നിന്റെ കാര്യം തന്നെ ഈ പറഞ്ഞ ഞാൻ പകലും കണ്ടായിരുന്നത് കൊണ്ട്. ആ നേരത്തെ ആചാരങ്ങളും കീഴ്വഴക്കവും അനുസരിച്ച് ഇനി ജീവിക്കരുത്. അതൊക്കെ അറിയായ്മയുടെ കാലത്താണ്. അത് ലോകക്കാരുടെ ആചാരമാണ്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനം ഇന്നു ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലേ നിത്യം നടത്തിടമേ. നിത്യം നടത്തിടമേ. ലോകത്തിൻ മോഹം വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ ഓ എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ വന്നു വിളിച്ചിടുമ്പോൾ വാസിച്ചിടും ഞാൻ. വന്നു വിളിച്ചിടുമ്പോൾ ചിടുഞ്ഞായിങ്ങുള്ള കഷ്ടം അങ്ങോ ഞാൻ ഗാനം പാടൂ. ഇന്നുള്ള കഷ്ടം മറന്നോ ഞാൻ ഗാനം പാടൂ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരയേറ്റാം. അപ്പൊ ശ്രദ്ധിക്കുക, അതൊക്കെ അറിയായ്മയുടെ കാലത്താണ്. ഞാന്
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവിടെ വന്ന് തിരുമേശ എടുക്കുന്ന ദൈവമക്കളോട് കാര്യം പറയാം. നിങ്ങളിങ്ങനെയുള്ള ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കും ഒന്നും പോകരുത്. അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, നമ്മൾ ഉടക്കുണ്ടാക്കുമൊന്നും വേണ്ട. ലോകക്കാർക്ക് അതിനുള്ള സാവകാശവും സാഹചര്യവും അനുവാദമുണ്ട്. പക്ഷേ ദൈവകൃപയിൽ വന്ന് തിരുമേശ എടുക്കുന്ന ദൈവമക്കൾക്ക് ഇത് പാടില്ല. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. പോകരുത് കേട്ടോ. ഓണം ഉണ്ണാനൊന്ന് കേട്ടോ. പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? പോരുത് കേട്ടോ. ആരെങ്കിലും വിളിച്ചാണ് കൊച്ചങ്ങളെ നിക്കറും പാൻറ്റ് പിടിപ്പിച്ച് ഒരു കൂടിൻ്റെ കുടുംബിക്കും പിടിച്ച് നേരെ മനസ്സിലാകുന്നുണ്ടോ? ഒന്നും പോകരുത്. അതൊക്കെ ഈ ലോകക്കാരുടെ ആചാരങ്ങളാണ്. ക്രിസ്തുമസ് അതൊന്നും ആഘോഷിക്കണ്ട. യേശു നമ്മുടെ ഉള്ളത്തിൽ ജനിച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലവും ജനിപ്പിക്കണ്ട. നക്ഷത്രം ഒന്നും കൊണ്ട് വാതൊക്കെ തൂക്കണ്ട. ഇപ്പം പെന്തിക്കോസുകാർ വന്ന് അവർ ഇപ്പം ഇത് പാട്ട് പാടാൻ പോകുന്നുണ്ട്. എന്തുവാ? സഭയെ വന്ന് കൈയടിക്കുകയോ പാടുകയോ ഒന്നും ചെയ്യല്ല. രാത്രി കപ്പയും പുഴുങ്ങി മുളക് ഉടച്ചത് ഇപ്പം പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പം വേറെ എന്തോ ചപ്പാത്തിയും കോഴിക്കറിയായിരിക്കും. അതൊക്കെ അടിച്ചു പെരുക്കി വെച്ച് ഡ്രമ്മും സൈഡ് ഡ്രമ്മൊക്കെ ഇട്ട് ഉണ്ണി പിറന്നു. എവിടെ? ദൈവത്തിന് മകത്ത് ഡിസംബർ 25 യേശു പിറന്നത്. ഈ രാജ്യത്ത് ഡിസംബർ 25, വേറെ രാജ്യങ്ങളിലെ ഫെബ്രുവരിയിലൊക്കെയാ യേശുവിന് വരുന്ന ഗതികേട്. അതെല്ലാം മാസം ജനിക്കണമെന്നുള്ളതാണ്. ആട്ടെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശ എടുക്കുന്നവർ ഇങ്ങനെയുള്ള ചടങ്ങിന് പോകരുതെന്നായി പറഞ്ഞത്. ഈസ്റ്റർ ഇതൊന്നും ആഘോഷിക്കണ്ട. അത് നിമ്രോദിന്റെ ഭാര്യ സെമിറാമീസും ജനിച്ച കുട്ടിയും തമ്മൂസ് ഇതിൻ്റെയൊക്കെ ആചാരങ്ങളാണ്. ഈ ബാബിലോണ്യ മതത്തിൽ നിന്ന് കടമെടുത്തതാ ഇതല്ല. ഇതൊന്നും കണ്ട ഇളകരുതെന്നായി പറഞ്ഞത്. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പാടില്ല. അതൊക്കെ ഈ ലോകത്തിന്റെ കാലഗതിയാണ്, ലോകക്കാരുടെ ആചാരമാണ്. നമുക്കങ്ങനെ ആചരിക്കാനും അനുഷ്ഠിക്കാനും പ്രമാണമില്ല. നമുക്കെന്ന് ഉദ്ദേശിച്ചത് വേദപുസ്തകത്തിൽ പ്രമാണമില്ല. എല്ലാ വാക്യങ്ങളും ഞാൻ എടുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മുഖമൊക്കെ വല്ലാതായി, അന്തരീക്ഷമൊക്കെ പോയി. ഞാൻ പലരെയും ശ്രദ്ധിച്ചു. എനിക്കിതൊക്കെ കാണുമ്പോൾ അറിയാം. ഇപ്പൊ നിങ്ങൾ പിന്നെ ചിലരങ്ങ് സഹിച്ചിരിക്കുക. കാരണം അയാൾക്ക് ബോധമുള്ളവനല്ല, എഴുന്നേറ്റ് പോയാൽ വല്ലതും പറഞ്ഞെങ്കിൽ പിന്നെ ഏതായാലും വന്നു പോയി വല്ല ജാതി തീരുന്നിടം വരെ ഇരിപ്പ് കാണുമ്പോഴും എനിക്കറിയാം. മനസ്സിലായോ? നിങ്ങളതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലര്. ആ കൊച്ചുങ്ങളെ പോലും അയാൾ വെറുതെ ഇരുത്തില്ല. പിഞ്ചു കുഞ്ഞുങ്ങളാ, അതിനോട് പോലും ഒരു കരുണയില്ലാത്തവനാ. പിന്നെ നമ്മളെ വെച്ചേക്കുവന്നാ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നത്. എനിക്ക് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പൊ പഴയ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, മാമൂല് ഇതൊന്നും നമുക്ക് പാടില്ല. എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഗലാത്യലേഖനം 4:8 മുതൽ വായിച്ചേ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു മരിക്കാൻ നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെടുന്നെന്നാണ്.
എത്ര ക്ലിയർ ആയിട്ടാ പൗലോസ് എഴുതിയേക്കുന്നത്. എന്നാൽ അന്ന് ഏതാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അതാ അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാണ് എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ. അതാ. അല്ലാത്ത ഒത്തിരി പേരുടെയൊക്കെ നമ്മൾ പോയത്, ശാന്തമ്മയുടെ പോയി, മത്തായിയുടെ പോയി, തോമാരുടെ പോയി. സ്ഥലപ്പേരൊന്നും ഞാൻ പറഞ്ഞില്ല, സ്ഥലപ്പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം. ശാന്തമ്മ ദൈവമാ, മേരിയമ്മയും മാരിയമ്മയും തോമ, പിന്നെ മത്തായി, കേട്ടിട്ടില്ലേ? ഓ, കോട്ടയംകാർക്ക് ഇത് മനസ്സിലാകില്ലേ? മത്തായി, ഏത് മത്തായിയാ? പിന്നെ ഒത്തിരി പേര് ദൈവം കളിക്കുന്നവരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അങ്ങ് ദൈവം കളിച്ച് നടക്കുക. അപ്പൊ അറിയായ്മയുടെ കാലത്ത് നമ്മൾ അവിടെ എല്ലാം പോയി, ഒത്തിരി കാര്യം ചെയ്തു, ഒത്തിരി കാര്യം പ്രവർത്തിച്ചു. അറിയാത്തത് കൊണ്ടാണ്. പഴയ ആൾക്കാർ പറഞ്ഞില്ല, ആരെ കണ്ടാ ഊരെ പിടിക്കാൻ നോർത്ത് പോയതാ. ഇരമ്യാ പറയാ ഒരു ഗുണവും വന്നില്ല. പ്രവാചകൻ പറയാ സകല മുഖവും വിളറിയിരിക്കുന്നു, സകല പ്രതീക്ഷകളും അറ്റുപോയ സ്ഥാനത്താ ഒടുവിൽ യേശുവിനെ അറിയുവാനിടയായി. യേശുക്രിസ്തു സത്യദൈവമാ, യേശുക്രിസ്തു നിത്യദൈവമാ, യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാ, യേശുക്രിസ്തു ഏകദൈവമാ, യേശുക്രിസ്തു മാത്രമാ ദൈവം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ മഹത്വ പരന്താൻ മനമേ മഹത്വ പരന്താൻ. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ മഹത്വ പരന്താൻ മനമേ മഹത്വ പരന്താൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഈഗത്തിലുണ്ടോ പറക, മനമേ ഈഗത്തിലുണ്ടോ പറക. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. തീത്തോസ് 2:11 വായിച്ചോ? തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൊണ്ട് ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന എന്ത് നല്ല വാക്യമാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. അപ്പോൾ ഒരു കാലത്ത് നമുക്ക് ഈ ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് പോയി രക്ഷപ്പെടുമെന്നോർത്ത് രക്ഷപ്പെട്ടില്ല, പടിഞ്ഞാട്ട് പോയി രക്ഷപ്പെടുമോ. ചിലര് വടക്കോട്ടങ്ങ് പോയി, എവിടാന്ന് എന്നെ കൃത്യം ഇപ്പൊ പറയുന്നില്ല. എറണാകുളമൊക്കെ കഴിഞ്ഞ് വടക്കോട്ട് പോയി, എന്നെ അനാവശ്യം പറഞ്ഞാ പോയത്. ഓ, ദൈവത്തിന് മഹത്വം. ഇതൊക്കെ അറിയാൻ പാടില്ലാഞ്ഞ കാലത്താണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് സത്യദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ഭജിപ്പാൻ ഭാഗ്യമുണ്ടായി.
അങ്ങനെ ഉണ്ടായവരോട് പറയുക, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, സത്യദൈവത്തെ അറിയാതെ, വായിച്ചേ, ഭാഗ്യകരമായ അല്ല നടക്ക നമ്മൾ വിട്ടെന്ന്. നമ്മൾ ഗലാത്യർ 4:8 വായിച്ചോണ്ടിരുന്നേ. തീത്തോസ് വിട്ടെന്ന് ഗലാത്യ വരാൻ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് ഈ പലതും സ്വഭാവം വെച്ച് ദൈവം അല്ല. യേശുക്രിസ്തു കൊല്ലാൻ വന്നതല്ല, ജീവൻ തരാൻ വന്നതാണ്. മറ്റ് ചിലര് പറയുന്നത്, വത്സ നീ അവന്റെ പെടലി എടുത്തുകൊണ്ട് വാ, ഞാൻ നിന്നിൽ വത്സൻ അതിന് വടിവാളുമായിട്ട് ഓടുക. ചിലരൊക്കെ പഠിപ്പിക്കുന്ന ഇത്ര പേരെ കൊന്നേച്ച് അവിടെ ചെന്നാൽ സ്വർഗം ഉണ്ടെന്നോ, പിന്നെ സ്വർഗം മാത്രമാണോ, അവിടെ വേറെ എന്തെല്ലാം, അതെല്ലാം ഞാനിപ്പം മൈക്കിൽ കൂടെ പറയുന്നില്ല. അതിന് ഇവന്മാർ നിന്നങ്ങ് പെരുക്കുക. കർത്താവ് ആരെയും കൊല്ലാൻ വന്നതല്ല, സമൃദ്ധിയായ ജീവൻ തരാൻ വന്നതാ. കൊല്ലാൻ വന്നവനെയെല്ലാം മരിച്ചവനെ ഉയർപ്പിക്കാൻ വന്നതാ യേശു. അപ്പൊ യേശു ക്രിസ്തു ജീവനായകനാണ്. മറ്റ് പലരും സ്വഭാവത്താൽ ദൈവങ്ങളല്ല. ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. 1-2 കാര്യം പറയാം, നിങ്ങൾക്ക് അറിവുള്ളല്ല. 1, ദൈവം സർവജ്ഞാനിയാ. 2, സർവശക്തനാ, സർവവ്യാപിയാ, സർവത്തെയും സൃഷ്ടിച്ചവനാ, സർവത്തെയും നിയന്ത്രിക്കുന്നവനാ, സർവത്തിന്റെ മേലെ അധികാരമുള്ളവനാ. ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ഒന്നുമില്ല. ഇതൊക്കെയാ ദൈവത്തിന്റെ വിശേഷത. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി വന്ന ദൈവമല്ല, അവിടുന്ന് നിത്യനാ. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. 90 അങ്ങനല്ലേ വായിക്കുന്ന? വായിച്ചേ, 90 1 2 ആയിരം. നീ അനാദിയായും ശാശ്വതമായും മുന്നേയിരും നാമൻ നീ, മുന്നേയിരും നാമൻ നീ, എന്നും മാറാതിരും നാമൻ നീ, മുന്നേയിരും നാമൻ നീ, എന്നും മാറാതിരുന്നവൻ നീ, വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നീത വല്ലഭനേ, വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നീത വല്ലഭനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ. അപ്പൊ അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി വന്ന പുത്തൻ ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. അപ്പൊ ഒരു കാലത്ത് ഈ ദൈവത്തെ നമുക്ക് അറിയത്തില്ലായിരുന്നു. അതാ ഇവിടെ പൗലോസ് പറയാ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇവിടെ കാണുന്ന പലതും സ്വഭാവം കൊണ്ട് ദൈവമല്ല. ദൈവം കളിച്ച് നടക്കുക,
സായിപ്പ് വന്ന് തുരുതുരുത്തരാന്ന് ചോദിക്കാൻ പരിഭാഷയ്ക്ക് ആള് വേണം. അതാ ഒരു ദൈവം. ദൈവം കളിച്ച് നടക്കുക. ഭാഷ അറിയാമല്ല ദൈവത്തിന്. അതിനാ ദൈവമാ? സായിപ്പ് വന്ന് ചോദിച്ചു ഹൗ ആർ യു. ഉടനെ എന്നാ ചോദിച്ചത്? ദൈവം ചോദിക്കുക. എന്നാലും പറഞ്ഞു സായിപ്പ് ചോദിച്ചത് സായിപ്പ് ചോദിച്ചാ എന്നാ നിങ്ങൾക്കും അറിയാൻ മേലേ? സുഖമാണോ? ഇതാ ദൈവം. തുണി ചുറ്റി നടക്കുന്നല്ലാതെ 5 മീറ്റർ തുണി മേടിച്ചു ചുറ്റി ദൈവം കളിച്ച് നടക്കുക. ആരാന്നൊന്നും എന്നോട് ഇപ്പോൾ ചോദിക്കരുത്, മനസ്സിലായി കാണുമല്ലോ. ആരാന്ന് രണ്ടുപേരോട് പറഞ്ഞു കൊടുക്കുക. എന്താ അത്യാവശ്യം അറിഞ്ഞില്ല. ഇവരാരും ദൈവമല്ല. അടുത്ത കാലത്ത് നമ്മൾ കേട്ടതില്ലേ, ചോദിച്ചു ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം വെന്റിലേറ്റർ കയറിയെന്ന്. ദൈവം എല്ലാവരും പ്രാർത്ഥിക്കണം ദൈവത്തിന് ശ്വാസം മുട്ടലുണ്ടാകുന്നു. അയ്യോ എന്നാ ദൈവമാണ്. അപ്പൊ ചോദിച്ചു ദൈവം എന്തോ പറഞ്ഞു? ഒന്നും പറയാറായിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് മിക്കവാറും ദൈവം നേരം വെളുപ്പിക്കുമെന്ന്. ഇതൊക്കെയാ ദൈവം? ഇത് വല്ലതും ദൈവമാണോ? കോവിഡിന്റെ സമയത്ത് കണ്ട് ദൈവം മാസ്കുമായിട്ട് ഇറങ്ങി. അന്നേരം പറഞ്ഞു ദൈവത്തെ ഇപ്പൊ കാണാൻ. ദൈവം ഇപ്പൊ ആർക്കും ദർശനം തരിക അല്ല. എന്നാ കോവിഡ്? നിങ്ങള് ഈ ലോകത്തിലൊന്നും അല്ലേ? ഇവരാരും ദൈവമല്ല. സ്തോത്രം. സത്യദൈവം ഒന്നേ ഉള്ളൂ, നിത്യദൈവം ഒന്നേ ഉള്ളൂ, ഏകദൈവം, സാക്ഷാൽ ദൈവം. ദൈവം ഒരുവനാ. പിശാചുക്കൾ വിശ്വസിക്കുകയും ഇറങ്ങുകയും ചെയ്യുക. സ്തോത്രം. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഭാഗ്യം ആ സത്യദൈവത്തെ അറിയുവാനും ഭജിപ്പാനും ഇടയായി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു കാലത്ത് അറിയത്തില്ല. അതുകൊണ്ട് ആശാൻ പണ്ട് എഴുതിയതുപോലെ അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരം അറിയാൻ മേലല്ലോ. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. ഇതെല്ലാം ദൈവമാണ് പറഞ്ഞ് നടക്കുക. ഉമ്മാമണിയെങ്കിലേക്ക് പൂവങ്കോടിയുടെ വെള്ളലേക്ക് പിടിച്ച് വിരക്കി വിട്ട് ഓടി. അവസാനം ആരെയും കിട്ടാൻ വന്നപ്പം വാഴ വെട്ടി താഴെ ഇട്ടച്ച് നിങ്ങൾക്ക് പിടികിട്ടാതെയാണോ? ആ അപ്പച്ചനോടൊക്കെ ചോദിച്ചാൽ ഒരു അപ്പച്ചൻ്റെ ഒക്കെ 2 തലമുറയ്ക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരുന്നു ദൈവം. ഇതൊന്നും ദൈവമല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ അറിയുവാനിടയായി, സകലത്തെയും നിർമ്മിച്ച ദൈവത്തെ ഭജിക്കുവാനിടയായി, സകലത്തിന്റെ മേലും അധികാരമുള്ള ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമല്ലോ. ജീവകാല മുഴുവനും അവൻ നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാല മുഴുവനും അവൻ നമ്മെ നൽവഴിയിൽ നടത്തും. പാടുവിൻ സകലരെ കൂടുവിൻ
വേരായി തേടുവിൻ പുതിയ സംഗീതങ്ങളെ, പാടുവിൻ സകജര കൂടുവിൻ ഓമന പുത്തു പുലരിയിൽ ഇനി ചേരും തൻ സന്നിധിയിൽ. ഓമന പുത്തു പുലരിയിൽ ഇനി ചേരും തൻ കോമളാമ തിരുമുഖ കാന്തിയൻ നീക്കും സന്താപമല്ല. കോമളാമ തിരുമുഖ കാന്തിയൻ നീക്കും സന്താപമല്ല. പാടുവിൻ സകജരെ ഇതങ്ങളെ, പാടുവിൻ ഓറി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാ. യഹോവ ദൈവമായിരിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളവരാണ്. ഇതിനിടയ്ക്ക് വേറെ ആരും കയറ്റി നിർത്തരുതെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാ ദൈവത്തെ അറിയാതെ, സത്യദൈവത്തെ അറിയാതെ, സ്വഭാവത്താൽ ദൈവങ്ങളല്ല. ദൈവത്തിന് പനി, ദൈവത്തിന് ശ്വാസം മുട്ടല്, ദൈവം ഇപ്പൊ യാത്ര ചെയ്യുന്നില്ല. അതാ പറഞ്ഞ സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ലെന്ന്. ദൈവം രാത്രി കഞ്ഞിയും പപ്പടം ചുട്ടതുമേ മനസ്സിലാകുന്നില്ലേ? ദൈവമല്ല. ദൈവത്തിന് 2 മീറ്റർ തൂണി, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ പരിപാലകൻ അതാ ദൈവം. യഹോവ നിന്റെ പരിപാലകൻ. നീ ദൈവത്തെ സൂക്ഷിക്കണ്ട, ദൈവം. അതാ പണ്ട് നായനാര് പറഞ്ഞ ദൈവത്തിന് എന്തിനാടാ പാറാവുകാരനെന്ന്. അങ്ങേർക്ക് ബോധം ഉണ്ടായിരുന്നു. ഇല്ലേ? നീ ദൈവത്തെ കാക്കണ്ട, ദൈവം നിന്നെ കാക്കും. ദൈവം ഇരിക്കുന്നതിന്റെ മണ്ടയിൽ കാന്തം വെച്ചേക്കുന്ന ആരിന് അതിന് ദൈവത്തിനെങ്ങാനും ഇടിയേറ്റെങ്കിൽ ദൈവത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനും നിങ്ങളും ദൈവത്തെ കാക്കണ്ട, ദൈവം നമ്മെ കാക്കുന്നവനാ. അനർത്ഥ ദിവസത്തിൽ കൂടാരത്ത് നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും, പാറമേൽ നിന്നെ ഉയർത്തും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്ക് പരിപാലിക്കുന്ന സർവജ്ഞനായ ദൈവം. അഗ്നിമേഘ തൂണുകളാൽ അടിയാനയം നടത്തി, അഗ്നിമേഘ തൂണുകളാൽ
ഞാനും നിങ്ങളും ദൈവത്തെ കാക്കണ്ട, ദൈവം നമ്മളെ കാക്കുന്നവനാ. അല്ല, അവിടുന്ന് കാത്തത് കൊണ്ടാണല്ലോ ഇന്ന് രാത്രി ആയുസോടിരിക്കുന്നത്. ഇനിയും നിന്നെ കാക്കുവാൻ ദൈവം വിശ്വസ്തനാ. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നമ്മളെ പരിപാലിക്കുന്ന, കാക്കുന്ന, സൂക്ഷിക്കുന്ന, അവൻ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലും കീഴിൽ നമ്മെ പാർപ്പിക്കുന്ന വിധമോർത്ത് ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ വായിരുമോളെ, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. അയ്യോ, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കും. ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ വേറെ ആരും അറിഞ്ഞില്ലേലും നിരാശപ്പെടേണ്ട, ദൈവം അറിയുന്നുണ്ട്. ഇവിടെ എല്ലാരും നമ്മളെ അറിയാ, ദൈവം അറിയുന്നില്ലെങ്കിലോ? ദൈവം പറയാ, ഞാൻ നിങ്ങളെ കൊടഞ്ഞേ. ഇവിടെ പലരും നമ്മളെ അറിയത്തില്ലെങ്കിലും ദൈവം പറയാ, ഞാൻ അവനെ അറിയും. അതാ ഭാഗ്യം. വായിക്കേ. നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ. ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. അങ്ങനെ ദൈവം അറിയുന്ന നിങ്ങളെ പിന്നെയും ഈ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. 28 കെട്ടിനും മാമോദിസാക്കും ആണ്ടിയാത്തത്തിനും അടിയന്തരത്തിനും ഓണം ഉണ്ണാനും ക്രിസ്തുമസ് ആഘോഷിക്കാനും ഈസ്റ്റർ ആഘോഷിക്കാനും ഗാനമേളയ്ക്കും മനസ്സിലാകുന്നില്ല. അതിനും ഇതിനുമൊക്കെ പോകരുതെന്ന് പാർട്ടിയുടെ പരിപാടി. ഒരു കൊടിയും പിടിക്കണ്ട. നമുക്കുള്ള കൊടി ജയത്തിന്റെ കൊടിയാ. കൊടി പിടിക്കാൻ അവർ പൊക്കോട്ടെ. ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തു. നീ അവിടെ പോയ ലക്ഷം പൂത്തി ഇരിക്കുകയും പമ്മി ഇരിക്കുകയും ഉണ്ട് വരുന്നവരെല്ലാം. സഭയിൽ ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ ഇവന് കുടുന്നു പൊങ്ങും. 1 മണി എന്നുള്ളത് 1:30 ആയ അന്നേരം ഇവന് നമ്മളോർക്ക് ഇവന്റെ കട്ടകാരം മുള്ളിന്റെ പുറത്തായിരിക്കുന്നെന്ന്. അവിടെ പോയി എത്ര മണിക്കൂർ ഇരിക്കുന്നതിനും മനസ്സിലാക്കാടിയാന്നോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? അതൊക്കെ ഇരിക്കുന്നവരിക്കട്ടെ. ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തു. പക്ഷെ കൊടിയും പിടിച്ച് നീ പോകണ്ട. നീ ദൈവ പൈതലാ. അതിന് പോകാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ആൾക്കാരില്ലെങ്കിൽ ഇഷ്ടം പോലെ ബംഗാളികളെ അവരിറക്കുന്നുണ്ട്. അവന് തന്നെയാന്ന് പോലും അറിയാലോ. അവനും കൊടി പിടിച്ചോണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ആള്, ലോഡ് കണക്കിന്. എത്ര അതിന്റെ പൈസയും ചെലവും കൊടുത്താൽ മതി. ആള് എത്രയാ കൊടുക്കുന്നത്? എത്ര വെച്ചാ 1000 ആണോ? ആട്ടെ. അതൊക്കെ അവര് ചെയ്തോളും. നീ കൊടി പിടിക്കാൻ, നീ വെളുത്ത കൊടിയും പിടിക്കണ്ട, കറുത്ത കൊടിയും പിടിക്കണ്ട, ചുമലക്കൊടിയും പിടിക്കണ്ട, വെള്ളക്കൊടിയും പിടിക്കണ്ട, മഞ്ഞക്കൊടിയും പിടിക്കണ്ട. ഒരു കൊടിയും പിടിക്കും. ഇപ്പൊ പെന്തിക്കോസുകാർക്കും ഉണ്ട് ചില കൊടികള്. ചില സംഘടനയിലൊക്കെ അവരും പോയി ഇങ്ങനെയുള്ളതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഞാൻ ഒരു പാർട്ടിക്കും വക്കാലത്ത് ഇവിടെ ഇഷ്ടമുള്ള പാർട്ടിക്ക് അവനെ വോട്ട് ചെയ്തു. കോൺഗ്രസിനാന്നേ കോൺഗ്രസിന് ചെയ്തു, BJPക്ക് ആന്നേ BJPക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്കാന്നേ അവർക്ക് ചെയ്തു. ഇനി മായാവതിയുടെ പാർട്ടി അതെന്തുവാ, BSP ചെയ്തു. എനിക്കെന്നെ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അതിലൊന്നും നമ്മൾ കൈ കടത്തുകയല്ല. അത് ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അതിന് നിയമങ്ങളുണ്ട്. നിയമത്തിന് കീഴ്പ്പെട്ട് പോകണമെന്ന് വേദപുസ്തകത്തിനും പ്രമാണം. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക്. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശ എടുക്കുന്ന നീയെ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകരുത്. ദൈവപൈതല്ല. നിങ്ങള് ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ അതൊക്കെ താല്പര്യപ്പെടുന്ന ഇനി വിട്ടതല്ലേ. അടുത്തത്, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. തെറ്റാന്നാ പറഞ്ഞത്. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരോട് പറയാം, ബർത്ത്ഡേ അന്ന് അത്ര നിർബന്ധം വന്ന ഒരു പ്രാർത്ഥന നടത്ത്. ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാം കൂടെ വന്ന്
കൈകൊട്ടി പാട്ട് പാടി പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അതാ ചെയ്യേണ്ടത്. അല്ലാതെ അന്ന് പുതിയ ഉടുപ്പ് അല്ലെങ്കിൽ പുതിയ ഡ്രസ്സും ഒക്കെ ധരിച്ച് ഐസ്ക്രീമും ഒക്കെ തിന്ന് കേക്കും എല്ലാം മുറിച്ച് ബലൂണും എല്ലാം വീർപ്പിച്ച് പെന്തിക്കോസുകാരുടെ വീട്ടിൽ ചെയ്യുന്നത് കണ്ടതാ. പിന്നെ ഇങ്ങനെ ഈ ഞങ്ങൾ ഷേവ് ചെയ്യുമ്പം എന്നൊരു പതയുണ്ടല്ലോ, അതിനെന്നാ പറയുന്നത്? ആ പതയല്ല, വേറെ പതയാ. എന്നെ അതിന് പറയുന്നത് എന്തുവാ മോനെ അതിന് പറയുന്നത്? അവൻ അങ്ങ് ചിരി വരുന്നു. പത എന്നാ അതിന് പറയുന്നത്? എടേ എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല, നീ എനിക്കറിയത്തില്ല. അവനും അറിയാൻ മേല. അവനറിയാവോ? പതയുടെ പേര് എന്തുവാ? മഞ്ഞോ? പെന്തിക്കോസുകാരാ. ഇതിന്റെ പുറകെ ഒന്നും പോകരുതെന്നായി പറഞ്ഞത്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു വയസ്സ് ദൈവം നിനക്ക് തന്നു, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ഒക്കെന്നെങ്കിൽ സഭയിലെന്ന് പറഞ്ഞ് ദൈവനാസന്മാരും ദൈവമക്കളും ഒക്കെ നിന്റെ വീട്ടിൽ വന്ന് ഉള്ള സൗകര്യത്തിലിരുന്ന് പാട്ട് പാടി, ചിലപ്പോൾ ഒരു ഗ്ലാസ് കട്ടനയെ കൊടുക്കാനുള്ള മതി. അതൊരു അനുഗ്രഹമാണ്. അല്ലാതെ ചുമ്മാ പോട്ടെ ഒന്നും പറയുന്നില്ല ഞാൻ. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. തെറ്റാ, പാടില്ല. അതെ, സമയം പോകുന്ന നമുക്ക് ഭാഗം വിട്ടേക്കാം. ഇതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അന്ന് അപ്പോൾ ന്യായവതിയുടെ സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിച്ചു. അതാണ് കാദേശ്. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലം. ന്യായവതിയുടെ സ്ഥലത്തെ ദൈവം ശുദ്ധീകരിച്ചു കാദേശ്. ഒരു കാലത്ത് ഞാനും നിങ്ങളും എല്ലാം ന്യായവതിക്ക് അർഹരായി പോയവരാ. കരുണാസമ്പന്നനായി ദൈവം തന്റെ പുത്രനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി തന്ന് പുത്രന്റെ ആ തിരുമരണത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന വീണ്ടെടുപ്പ് നൽകി ദൈവം നമ്മെ രക്ഷിച്ചു. ഇപ്പൊ നാം ദൈവമക്കളാ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ വരാം. കാദേശ്. ആ കാദേശ് നടുങ്ങി. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കാദേശ് മരുവിനെ എന്തുകൊണ്ടായി കാദേശ് നടുങ്ങിയത്? ഓടിച്ച് ചിന്തിക്കാം. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമാണ് കാദേശ്. ഒരു വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്തുകൾ വായിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, കനാൻ ദേശത്തോട് വളരെ അടുത്ത സ്ഥലങ്ങളിൽപ്പെട്ടതായി കാദേശ്. ഇവിടെ ആവർത്തന പുസ്തകം 2-ന്റെ 13-14 വായിച്ചു കേട്ടത്, ഇപ്പോൾ എഴുന്നേറ്റ് സെരേദ് തോട് കിടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേദ് തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സെരേദ് തോട് കടക്കം വരെയുള്ള കാലം 38 സംവത്സരം. ഇതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരുന്നത് വരെ യഹോവയുടെ കൈ ഇവരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കുവാൻ അവർക്ക് വിരോധമായിരുന്നു. അപ്പൊ ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത സ്ഥലമാണ് കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ് കനാൻ. 4 അതിരുകളുണ്ട്. കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂട. ഏറ്റവും നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം. ഈ കനാൻ ദേശത്തിന് പല പേരുകളുണ്ട്. എബ്രായരുടെ ദേശം, വാഗ്ദത്ത ദേശം, പലസ്തീൻ, കനാൻ നാട്, വിശുദ്ധ നാട് എന്നൊക്കെ പിൽക്കാലത്ത് ഈ പേരുകളൊക്കെ വരാൻ കാര്യം, കനാൻ നാട് എന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശത്ത് നിന്ന് കുടിയേറി പാർത്തു. കനാൻ നമുക്കറിയാം. കനാൻ
നോഹയുടെ കൊച്ചുമക്കളാ. നോഹയ്ക്ക് എത്ര മക്കളാ? 3. ആരൊക്കെ? ഷേമും ഹാമും യാബേത്തും. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാമും സന്തതി പരമ്പരകളും. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് കനാന്യരും ഫിലിസ്ത്യരും ഇതര ജാതികളല്ല. വായിച്ചേ, ഉൽപ്പത്തി 10:1, 10:6, 10:13, 10:14, 11:10, 12, 14, 16, 18, 20, 22, 24, 26, 27. ആദ്യം 10:1 വായിര്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത് 3 പേര്. ഷേം, ഹാം, യാഫേത്ത്. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാമും സന്തതി പരമ്പരകളും. 11:10. ഷേമിന്റെ വംശപാരമ്പര്യമാവുന്ന ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് ഉറക്കമായിരുമോളെ ശാലേഖിനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖിന് അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് അവൻ തേറകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേറകിന് അവൻ അബ്രാം, നാഗോർ. ഇനി 27-ാം വാക്യം. എന്നാ മാവ? സ്പീഡ് വായിക്കുമ്പോ ഞാൻ ശ്രദ്ധിക്കുകയല്ലെന്നും പറഞ്ഞ ഒന്നുകൂടെ വായിര്. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രാമിനെയും നാഹോരിനെയും നാഗോറിനെയും കാരാനെ ജനിപ്പിച്ചു. കാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ കാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാരി എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. അടുത്ത വാക്യം. ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. അടുത്തത്. സാറാ മച്ചിയായിരുന്നു, സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്ര ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായം കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊറിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക ഹാരാനി വെച്ച് മരിച്ചു. മരിച്ചെന്ന് പറയാൻ പേടിയാന്നോ? മരിച്ചു. അപ്പൊ ഇത് അബ്രാമ്യ പാരമ്പര്യമാണ്. അപ്പൊ നോഹയ്ക്ക് 3 മക്കള്. ഏതൊക്കെയാ മോനെ നോഹയുടെ പിള്ളേരുടെ പേര്? ഇപ്പൊ പറഞ്ഞതാ. എത്രയാണ്? ഏതൊക്കെ? അപ്പൊ നോഹയ്ക്ക് 3 മക്കള്. ഷേം, ഹാം, യാബത്ത്. അതിലെ ഷേമിന്റെ 10-ാം തലമുറയാ അബ്രഹാം. രണ്ടാമത്തവൻ ഹാം. ഹാമിന് 4 മക്കള്. 10:6. ഉൽപ്പത്തി 10:6. മിസ്രയീം പൂത്തതല്ല. മതി. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. അതിൽ രണ്ടാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേര്. 13-ാം വാക്യം. മിസ്രയീമോ മതി, അത്രേ ഉള്ളൂ. മിസ്രയീമോ ലൂദി, അനാമീൻ, ലഗാബീൻ, നത്തൂഗീം, പത്ലൂസിൻ, കത്ലൂസി. 6 പേര്. 14-ാമത്തെ വാക്യത്തിൽ ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ. വായിച്ചേ 14-ാം വാക്യമായിര്. ഇവരിൽ നിന്ന് ഫെലിസ്ത്യന് ഉത്ഭവിച്ചു. ഇതാണ് ഫെലിസ്ത്യന്റെ ചരിത്രം. അപ്പോൾ കനാൻ നാടെന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശത്ത് വന്ന് കൈയടക്കി. അങ്ങനെ പിൽക്കാലത്ത് ഈ ദേശം കനാൻ നാടെന്ന് അറിയപ്പെട്ടു. ഗർഗശി, ഹർബി, ഹമാദി, ഹമാരി ഇങ്ങനെയുള്ള തലമുറകൾ ധാരാളം വന്നു.
അപ്പോൾ പിൽക്കാലത്ത് ഇവരുടെ പേരിനാൽ ഈ ദേശം അറിയപ്പെട്ടത് കനാൻ നാട്. ചില സഭകളൊക്കെ ചില ആൾക്കാരുടെ പേരിൽ അറിയപ്പെടുകയല്ലേ. ബേവിച്ചൻ്റെ സഭ, കുഞ്ഞോളച്ചമ്മയുടെ സഭ, കുഞ്ഞോൻചാൻ്റെ സഭ, തങ്കമ്മാമ്മയുടെ സഭ, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില ആൾക്കാരുടെ പേരിൽ അറിയപ്പെടുന്നത്. നമ്മളും ചില പെന്തിക്കോസിലാന്നൊക്കെ പഠിച്ചേക്കും. ബേവിച്ചാൻ്റെ സഭയിലാണോ നിങ്ങൾ? തമ്പിച്ചാൻ്റെ സഭ, ബേവിച്ചാൻ്റെ സഭ. പെണ്ണുങ്ങൾക്ക് വരെ നാളൊരാൾ ചോദിച്ചു ചിന്നമ്മയുടെ സഭയിലാണോ എന്ന് ചോദിച്ചു. ചിന്നമ്മയ്ക്ക് വരെ രക്തം ഊറ്റിയത് യേശു. അപ്പൊ എന്തായാലും ഇവരൊക്കെ സ്വാധീനമുള്ളത് കൊണ്ടാണ് അങ്ങനെ പേര് പറയുന്നത്. അപ്പൊ കനാൻ നാടെന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ദേശം കൈയടക്കി. പലസ്തീൻ എന്ന് പേര് വരാൻ കാര്യം പടിഞ്ഞാറ് തീരത്ത് ഫെലിസ്ത്യർ ധാരാളമുണ്ട്. അപ്പൊ റോമരുടെ കാലം വന്നപ്പോൾ ഫെലിസ്ത്യർ ധാരാളം എന്നതുകൊണ്ട് അത് ലോപിച്ചാണ് പലസ്തീൻ എന്ന പേര് വന്നത്. എബ്രായരുടെ ദേശം എന്ന് പേര് വരാൻ കാര്യം നദി കടന്നു വന്ന അബ്രഹാം, എബ്രായനായ അബ്രഹാം. അപ്പോൾ രണ്ട് നദികളുടെ ഇടയിലാണല്ലോ മെസപ്പൊട്ടോമിയ. ആ നദി കടന്നിഞ്ഞ് വന്ന ആളാ അബ്രഹാം. അതുകൊണ്ട് എബ്രായരുടെ ദേശം എന്ന് പേരിട്ടു. വാഗ്ദത്ത നാടെന്ന ഈ സ്ഥലത്തിന് പേര് ഉൽപ്പത്തി 13-ലും 12-ലുമൊക്കെ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഇതിന് വാഗ്ദത്ത നാട് എന്ന് പേര് വന്നു. വിശുദ്ധ നാടെന്ന് ഈ അടുത്ത കാലത്ത് പേരുണ്ട്. ആ പേരിൽ പൈസ സമ്പാദിക്കുന്നവരും പറ ഉണ്ട്. വിശുദ്ധ നാട് കാണാൻ പോവുക, എല്ലാവരും പോവുക. സ്വന്തം അപ്പനും അമ്മയും വെള്ളം കുടിക്കാതിരുന്നിട്ട് കാണാൻ യാതൊരു മിണ്ടുന്നില്ല. അപ്പനും അമ്മയും വെള്ളവും ഇറങ്ങുന്നില്ല, ഭക്ഷണവും ഇല്ല, പാർപ്പിടവും ശരിയല്ല. അവര് ആകെ പ്രയാസപ്പെട്ടിരിക്കുക. എല്ലാവരും വിശുദ്ധ നാട് കാണാൻ. അതിന്റെ പകുതി പൈസ മതി നിങ്ങൾക്ക് ഇച്ചിരി ക്രമീകരണം ചെയ്യാൻ. മിണ്ടുന്നില്ലല്ലോ ആരും. ഓ എന്നാ മിണ്ടാനാ ഈ തണുപ്പം പിടിച്ച്. ആട്ടെ, ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ നാടുമില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 5:19 വായിര്. ആ അപ്പൊ പിന്നെ എവിടാ വിശുദ്ധ നാട്? സർവലോകവും ദുഷ്ടന്റെ അധീനതയില്ല. അന്നേരം നമ്മൾ പരസ്യം കൊടുക്കുക വിശുദ്ധ നാട്. ഇതിനെതിരാ. ആട്ടെ, നമുക്ക് നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. ആ പേരിൽ ചില കാശുണ്ടാക്കുന്നെങ്കിൽ അവരുണ്ടായിക്കോട്ടെ. ഒടുവിൽ അവർ കണക്ക് പറഞ്ഞോളും. നമ്മളെ വിളിക്കുകയല്ലോ. ഉപ്പ് തിന്നുന്നവൻ. അപ്പൊ എല്ലാം കൊണ്ടും നല്ല സുന്ദര സുലഭമായ സ്ഥലമാണ് കനാൻ ദേശം. നല്ല സ്ഥലമാണ്. ഏദൻ തോട്ടം കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമാണ് കനാൻ ദേശം. ഏദൻ തോട്ടമായിരുന്നു കേമം. ഏദൻ തോട്ടം അല്ലേ? യോ അല്ലേ? അങ്ങനെ ഒരു തോട്ടത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അനന്തരം യഹോവയാകിയ ദൈവം ഏതിന് കിഴക്ക് ഒരു തോട്ടം. ഓ എന്റെ കൊച്ചെ വായിക്ക്. ദൈവം ഉണ്ടാക്കിയതാ. അപ്പൊ അത് മോശമാകത്തില്ല. നമ്മളെന്തേലും ഉണ്ടാക്കി അത് മുഴുവൻ. പണ്ട് ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുടെ ആങ്ങളെയും പിള്ളേരും ഭാര്യയും എല്ലാം കൂടെ വന്നപ്പം കൊച്ചമ്മയ്ക്ക് അത്ര കഴിവില്ല. പാവത്താന നല്ല സ്ത്രീയാ, പക്ഷെ കഴിവില്ല. അച്ചായനാ എല്ലാം ചെയ്യുന്നത്. അപ്പം അവർ വന്നപ്പോൾ വർത്താനം പറഞ്ഞിരിക്കേണ്ടത് കൊണ്ട് അച്ചായൻ കൊച്ചമ്മയോട് പറഞ്ഞു, എടി എന്തേലും പെട്ടെന്ന്, പണ്ട് കാലമല്ലേ, ഇപ്പോഴല്ലല്ലോ. ഇപ്പോഴാണ് ഫോൺ വിളിച്ച് പറയും, അല്ലെങ്കിൽ നേരത്തെ പറയുന്നത്. അന്ന് ഓർക്കാപ്പുറത്തായി വരുന്നത്. തന്നെയല്ല സാഹചര്യമൊക്കെ അങ്ങനെ. അവർ വരികയും ചെയ്തു. ചോദിച്ചു വല്ലതും കഴിച്ചോന്നൊന്നും കഴിക്കാതെ അവർ വന്നേ. പെങ്ങളുടെ വീട്ടിലോട്ട് വന്നതല്ലേ.
അപ്പം ഇവിടെ പെട്ടെന്നായതുകൊണ്ടൊന്നും കാലമായില്ല. അപ്പം പറഞ്ഞു, എടി എന്നാ ചെയ്യുന്നു? എൻ്റെ വെച്ചാൽ ഞാനെന്നാ ഒരു കാര്യം ചെയ്യുന്നു, ഈ പുട്ടുണ്ടാക്കാൻ പറഞ്ഞു. പുട്ട് പെട്ടെന്ന് 1 കിലോ പൊടി മേടിച്ചു കൊണ്ട് കൊടുത്തു. എന്നൊക്കെ പീടികയിൽ നിന്ന് കിട്ടും 1 കിലോ പൊടി. പെട്ടെന്ന് ഈ പറഞ്ഞേച്ച് പുള്ളി കൊടുത്തേച്ച തിണ്ണയിലിരുന്ന് അളിയനുമായിട്ട് വർത്താനം പറയുക. ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് നോക്കും. അപ്പം എടുത്തപ്പം പൊടി കുടഞ്ഞിട്ട് പുട്ടുണ്ടാക്കാൻ. പിന്നെയും പുള്ളി പോയിച്ച് തിരിച്ചു വന്നപ്പം തള്ള ഇങ്ങനെ ഇരിക്കുക, എന്നാടി? എൻ്റെ ചാ വെള്ളം കൂടിപ്പോയി. എന്നാൽ ഈ തള്ള ഇച്ചിരി പൊടി മാറ്റി വെച്ചിട്ട് വേണ്ടേ ഇത്? അങ്ങനല്ലേ ചെയ്യുന്നേ? അങ്ങനല്ലേ? ഇച്ചിരി പൊടി മാറ്റി വെച്ചേച്ച് വേണ്ടേ? അതും പെട്ടെന്ന് മൊത്തം വെള്ളം ഒഴിക്കരുത്, കുടഞ്ഞു വേണം. അങ്ങനല്ലേ? മോക്കറിയാം പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നത് എങ്ങനെയാ? ഈ പറഞ്ഞ പോലെ. ഏത് പറഞ്ഞ പോലെ? അവള് മിടിക്കാന്നില്ല. ഈ പറഞ്ഞ പോലെ. നീ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് പറ. അല്ല, പിള്ളേർ ഇതൊക്കെ പഠിക്കണ്ടായോ? പിന്നെ എങ്ങനെയാ മോളെ? ഓ, ഞാൻ ഭാഗ്യം വായിക്കത്തേ ഉള്ളു പാസ്റ്ററെ. പിന്നെ ആരെങ്കിലും പുട്ടുണ്ടാക്കി തന്നാ ഞാൻ? അപ്പം കുടഞ്ഞു വേണം അത്. അതാ കണക്കെങ്ങനാ? ഇങ്ങനെ വെച്ചാൽ എന്നെ അരി അടയാന്നോ? പുട്ട് നനയുന്നതിന്റെ കണക്ക് പറ. എങ്ങനെ നനഞ്ഞെന്നറിയുന്നേ? ഉറക്കെ പറ. ഉറക്കെ പറഞ്ഞോ. ശരിയാന്ന്. ഒരു പിടി പിടിക്കുമ്പോ അത് അങ്ങനെ ഇരിക്കണം. അതാ കണക്ക്. ആട്ടെ, ഇന്നല്ലേ പുട്ടുണ്ടാക്കാനെങ്കിലും അതാ അതിന്റെ കണക്ക്. നനച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പം ഉടഞ്ഞു പോകരുത്. എന്നാൽ ഒത്തിരി ആകുക. അതാ അതിന്റെ കണക്ക്. അപ്പൊ ഈ കൊച്ചമ്മ വെള്ളം അങ്ങ് കൂടിപ്പോയി. അതും വെച്ചോണ്ടിരിക്കുക. അച്ഛനടുക്ക എടി വെള്ളം ഒന്നെ. പുള്ളി നല്ല ബുദ്ധിമാന. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇച്ചിരി വെള്ളം കൊടുത്ത് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം, വേറെ പൊടിയില്ലല്ലോ പറഞ്ഞേച്ച് പുള്ളി പോയി. വീണ്ടും വന്നപ്പം വീണ്ടും വെള്ളം കൂടിപ്പോയി. ഭയങ്കര സഹിഷ്ണുതയായി മനുഷ്യന് കേട്ടോ. നല്ല മനുഷ്യനാ. പുള്ളി ഭാര്യയുടെ ഇരിപ്പ് കണ്ടപ്പോൾ സങ്കടവും തോന്നി. പുള്ളി പറഞ്ഞു, അവിടെ നിൽക്കേ. അവിടെ ചെന്ന് ഇല എടുത്തുകൊണ്ട് വന്ന് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഞാട ഉണ്ടാക്കാന്ന് പറഞ്ഞു. അത് ഈ വെള്ളം എടുത്ത് തല്ലി കളിച്ച് അതും കൂടി. അറിയത്തില്ലെന്ന് ഇതൊന്നും. അപ്പൊ അച്ചായൻ പറഞ്ഞു, എന്ത് നല്ല മനുഷ്യനാണെന്നറിയാവോ, നമ്മളെ കൊണ്ടൊക്കത്തില്ല. അതൊക്കെ അതുപോലെ നല്ല സഹിഷ്ണുതയാ. അപ്പൊ സങ്കടപ്പെട്ടപ്പം ആദ്യമായിട്ട് പുള്ളിയാ കൂടുതൽ കാര്യവും ചെയ്യുന്നേ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ആട്ടടി കലം അടുത്ത അടുപ്പിലുണ്ട്, നമുക്ക് വണ്ട് കെട്ടി പുഴുങ്ങാം. പഴയ ഭാഷയാ, വണ്ട് കെട്ടി. കേട്ടിട്ടില്ലേ? ഉള്ള വണ്ട് കെട്ടാൻ തുണിയിലാഞ്ഞിട്ട് അമ്മയുടെ കച്ചമുറി കീറി തുണി കെട്ടി. പഴയ ചരിത്രം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ല, പഴയ കാര്യമൊക്കെ ഓർക്കുന്നത് നല്ലതാ. ഇപ്പോഴല്ലയോ ഈ ആവി വരുന്ന കുക്കറും ഒക്കെ, പ്രഷർ കുക്കർ. പണ്ടെവിടാ? അപ്പൊ ഈ വലിയ കാലം എല്ലാ വീട്ടിലും അപ്പച്ചമ്പൊന്നുമില്ല. അതിന് വലിയ മംഗലത്തിലോ അല്ലെ അലൂമിനിയം കലത്തിലോ ഈ തുണി, നല്ല വൃത്തിയുള്ള തുണി കെട്ടും, കുഴിവ് കാണും അകത്തോട്ട്. അതിന് വണ്ട് കെട്ടി പുഴുങ്ങുകയെന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇവിടെ എന്നാന്നോ പറയുന്നത്? ഉതിര് പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ പുട്ടിനുള്ള നനച്ച് വെക്കുന്നതാകും. അത് ഉതിര്. തുണി കെട്ടുന്നതിന് പഴയ പ്രയോഗമാണ്. ആട്ടെ, ഇനി അത് പറഞ്ഞൊരു തർക്കമൊന്നും ഉണ്ടാകണ്ട. പുഴുങ്ങിയിട്ടുണ്ടല്ലോ, അതറിഞ്ഞാൽ മതി. അപ്പം വണ്ട് കെട്ടി ഇങ്ങനെ തുണി കഴുകി അച്ഛൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് എല്ലാം കൂടെ ഇളക്കി ഇങ്ങനെ പിടിച്ച് വെച്ചു. ആവി പെട്ടെന്ന് വന്ന അത് ഉള്ളതൊരു പലകാരം കൂടെ വിശപ്പിന് കൊടുത്താൽ മതിയല്ലോ. ഇത് പാവത്താന് കൊടുത്തുവെച്ചു. മൂടാൻ പറഞ്ഞു. മുഴുത്തൊരു ചെരുവ് കൊടുത്ത് മൂടി വെച്ച് പുള്ളി പറഞ്ഞു, അന്ന് ആവി ഇച്ചിരി കഴിഞ്ഞിട്ട് ആവി വരും, അന്നേരം പറയണം. ഇച്ചിരി കഴിഞ്ഞ് പുള്ളിക്കാരി വന്ന് പറഞ്ഞു, അച്ഛാ ഇങ്ങോട്ട് വാ, ഇതുവരെയായിട്ട് ആവി വരുന്നില്ല. അയ്യോ,
നീ തീയത്. അപ്പം നോക്കിയപ്പോൾ ഈ തുണി അഴിഞ്ഞ് മുഴുവൻ ഇതിനകത്ത് പോയി. വെയിറ്റ് ചെന്നപ്പം മുറുക്കി കെട്ടണ്ടേ. നോക്കിയപ്പം നല്ല മനുഷ്യനാ പുള്ളി. ആ തുണി ഇഞ്ഞ് കുടഞ്ഞെടുത്ത് വെച്ച് പറഞ്ഞു, ആ തവിയുടെ കണയിട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് പ്ലേറ്റിലോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അളിയനും പെങ്ങള് എവിടെ, അപ്പം വന്ന അളിഞ്ഞ് ചോദിച്ചു, അളിയ ഇത് ഒക്കെ പുതിയ സാധനമാണെന്ന് പറഞ്ഞു. അളിയൻ ഇന്ന് വരെ. അപ്പോൾ പുള്ളി ഇത് ശർക്കരയും തേങ്ങായും എല്ലാം ഉണ്ടല്ലോ, നല്ല പുള്ളി ജീരകമൊക്കെ പൊടിച്ചിട്ട്. അപ്പോൾ ചോദിച്ചു, അളിയ ഇതാരാം? പെങ്ങളുണ്ടാക്കിയതാന്ന് പറഞ്ഞു. ഉടനെ അളിയൻ പറഞ്ഞു, അയ്യോ അവക്ക് വീട്ടിൽ വെച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ആ പ്രശ്നം എന്ത് നല്ല രീതിയിലാ പരിഹരിച്ചേ അല്ലേ? നമ്മളായിരുന്നല്ലോ, അണ്ടടാ നിന്റെ പെങ്ങളുണ്ടാക്കിയതാ വേണേ. പിന്നെ അവിടെ നടക്കാൻ പോകുന്ന ഭൂകം പോകുന്ന നമുക്ക് പൊതുവിൽ. പക്ഷെ പുള്ളി അത് വളരെ തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്തു. അളിയൻ ഇന്ന് വരെ കഴിക്കാത്ത ഒരു ഡിഷാ. സ്പൂൺ ഇട്ടപ്പോ പെങ്ങളുണ്ടാക്കിയതാണ്. അളിയൻ അതാ പറഞ്ഞു, നീ ഇവിടെ വന്ന് ഒത്തിരി കാര്യം പഠിച്ചല്ലേ. അല്ല അങ്ങനെയുള്ളവരും ഉണ്ട്. അല്ല ഇതിനകത്തൊരു പാഠമുണ്ട്. ചില പ്രശ്നങ്ങൾ വന്നാൽ അതുപോലെ അത് പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്തോണം. നമ്മൾ വല്ലവരും ആയിരുന്നു അവിടെ എന്തെല്ലാം ഭൂകമുണ്ടാക്കും. അളിയൻ പെങ്ങളെയും വിളിച്ചുകൊണ്ട് ആറ്റിച്ചാടി പോകും. ഭാര്യ കൂടും കുടുംബിയും പിടിച്ചോണ്ട് അതും അതിലേക്കൂടെ പോകും. എന്തെല്ലാം പ്രശ്നമുണ്ടാക്കും ഒറ്റ ദിവസം. പക്ഷെ പരിജ്ഞാനമുള്ള പുള്ളിയുടെ കിട്ടിയപ്പോൾ എന്ത് നല്ല. അങ്ങനെ ആയിരിക്കണം കേട്ടോ. രണ്ടു കൂട്ടരും ഏത് പ്രശ്നവും പരിഹരിക്കാം. ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏദൻ തോട്ടം എല്ലാം കൊണ്ട് സുന്ദര സുരമലമായ സ്ഥലമാണ്. ദൈവം സൃഷ്ടിച്ചതാണ്. ഒരു അപാകതയില്ല. ഒന്നുകൂടെ വായിച്ച ആ വാക്യം. അയ്യോ, ആ തോട്ടത്തെ പറ്റി സൈമൺ സാറ് വേദവികാരത്തിൽ കൊടുത്തിട്ടുണ്ട്. ശ്രീവിളങ്ങൻ തോട്ടം എന്ന നന്ദനം ചൈത്ര രഥമിത്യാദി പുരാണങ്ങൾക്ക്. അപ്പൊ അത്ര പുരാണത്തെക്കാൾ പുരാണ സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലമാണ്. ഹരിതാമ്പതിയുടെ നടുവിൽ വിളങ്ങുന്നാന ഹരിതവർണ്ണമാങ്ങും ആങ്ങല ദ്വീപ് പോലെ അരുണൻ തന്റെ കര കിരണം തപിപ്പിക്കും മരുവിൻ നടുവില് ശ്യാമളോദ്യാനം പോലെ. അത്രയ്ക്ക് നല്ല തോട്ടമാണ്. സൂര്യന്റെ കിരണമൊക്കെ പതിക്കുമ്പോഴേ അരുണൻ തന്റെ കര കിരണം തപിപ്പിക്കും മരുവിൻ നടുവില് ശീതളോദ്യാനം പോലെ ബഹു വിസ്തീർണമായി കിടക്കും അഖീതലത്തിനും മകനീയമായ ഹൃദയകോശമായി സകല ഫല നിബിഡ നിജ വൃക്ഷങ്ങളും സകലമുണ്ട് ഇതിനകത്ത്. കേരവും ജംബീരവും ഈന്തലും കരിമ്പുള്ളി പേരയുന്നാകരംഗമാകന്തമ്മ തുളങ്കം. വേദവകാരം അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ട്. വായിക്കുന്നുണ്ടോ? അതിനകത്തുണ്ട്. കേരവും ജംബീരവും ഈന്തലും കരിമ്പുള്ളി പേരയുന്നാകരംഗമാകന്തമ്മ തുളങ്കം. ആമ്രങ്ങളാമ്രാതകം ചെത്തിയും അതിവൃക്ഷങ്കമർമാന്താത്രീതാലജാലങ്ങൾ പീലുക്കളും പീലുകാപി ഗന്ധപുഷ്പങ്ങളേകും ജാമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തം സപ്തം 7 ഛതം പാല 7 പാല. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി ഉറക്കപ്പറ. നെല്ലിക്ക. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറിയും. തെറിയൊന്നും അല്ല കേട്ടോ. അതെന്നാ തെറിയ? ഇതുവരെ കേൾക്കാത്തൊരു തെറിയാന്നല്ല പുള്ളി. അതിനൊക്കെ നല്ല വിരുദ. ഇതെല്ലാം ഏദൻ തോട്ടത്തിലുണ്ടെന്ന്.
ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും ആപ്പിൾ വൃക്ഷങ്ങളേകും ദൃഷ്ടിക്ക് രമ്യങ്ങളും ഭക്ഷ്യതങ്ങളുമായ സസ്യകുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസുന്ന ആരാമത്തിൽ വെള്ളരിയും മുതലായ വല്ലികൾ പ്രഫുല്ലമായി നല്ലൊരു കാന്തിയോടും ദിവ്യ പക്കത മൂലം ശോഭിച്ചു ചെമ്പൂക്കളാൽ വനദീപികയേറ്റും ശ്രീപരമാർന്ന രക്തപുഷ്പങ്ങൾ മന്ദാരമുല്ലകനം ലജനവും അജമോജം ഇതെല്ലാം ഉണ്ടായതൻ തോട്ടത്തിൽ. പിന്നെ പക്ഷി മൃഗാദികൾ, അയ്യോ എന്തോ രസമാണെന്നറിയാം അത് ചൊല്ലി, എനിക്ക് വലിയ ഇഷ്ടമാണ്. താമരത്തണ്ടുകൾ തിന്നുകൊണ്ടവിടത്തിൽ സോമസുന്ദരങ്ങളായ ഭക്ഷങ്ങളോടും വണ്ടുകൾ അങ്ങും ഇങ്ങും ജങ്കാരം ചെയ്തുകൊണ്ട് തണ്ടാരിൻ മതുകൊണ്ട് മുരണ്ട് നടക്കുന്നു. വണ്ടാരം കോഴിയോടും കൊക്കുകൾ ഇരണ്ടകൾ ഇണ്ടലെന്നി ഏതെണ്ടി തിന്നുന്നു തീൻപണ്ടങ്ങൾ. പക്ഷികൾ വൃക്ഷശാഖയിലിരുന്ന് അക്ഷിഗണം ഉദാരമാ ഗീതികൾ ഉതിർക്കുന്നു. ആട്ടെ, ഞാനൊന്നും ചോദ്യന്നില്ല അധികം. അപ്പൊ അത്രയ്ക്ക് നല്ല തോട്ടമാ ഏദൻ തോട്ടം. അങ്ങനെയുള്ള ഏദൻ തോട്ടം കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലമാ കനാൻ ദേശം. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെ ഹവ്വയെ പാപം ചെയ്തത് കൊണ്ട് ഇറക്കി വിട്ടു. എന്നിട്ട് ഏദൻ തോട്ടമോ ഏദൻ തോട്ടത്തിന് എന്തോ സംഭവിച്ചെന്ന് കെരുവുകളെ കാവൽ നിർത്തി. അത് കഴിഞ്ഞ് ഏദൻ തോട്ടത്തിന് എന്തോ സംഭവിച്ചു. യോ എന്നമനെ ഏദൻ തോട്ടത്തിന് എന്തോ സംഭവിച്ചെന്ന്. ഇപ്പൊ ഏദൻ തോട്ടം എവിടാന്നായി ചോദിച്ചത്. ഇറാഖില്ല. ബൈബിളിൽ ഇത് മലയാളം ബൈബിളാണ്. നിങ്ങൾ യഗസ്കേൽ പ്രവചനം എടുത്ത്, യഗസ്കേൽ പ്രവചനം ഏതായാലും ഈ ഭാഗത്തോടെ വന്നതല്ലേ, അതുകൂടെ ഒന്ന് സൂചിപ്പിച്ചങ്ങ് പോയേക്കാം. വായിക്കാവോ? പതിനഞ്ചാം വാക്യം മുതൽ വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽപ്പാൻ തക്കവണ്ണം അതിന്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലെബനോനെ കറുപ്പിടിപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചുപോയി. ഞാൻ അതിനെ കുഴിയിലിറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏതനിലെ സകല വൃക്ഷങ്ങളും ലബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അത്രേ ഉള്ളൂ. പാതാളത്തിൽ അധോഭാഗത്തിലേക്ക് വിട്ടു. അതിനൊക്കെ കാരണമുണ്ട്. നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, ഒന്ന് സൂചന തന്നേ ഉള്ളൂ. അപ്പൊ ഇതിനെ പാപം ചെയ്ത ആദമനെ ഏതിന് വെളിയിലാക്കി.
ഒടുവിൽ പിന്നത്തേതിൽ ഇതിനെ ഏദൻ തോട്ടത്തെ പാതാളത്തിലേക്ക് ഇട്ടെന്ന അധോഭാഗത്തേക്ക് പോയി. എന്നാൽ ആസന്ന ഭാവിയിൽ ജയിക്കുന്നവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലമൊക്കെ തരും. അത് വേറെ വിഷയമാണ്, നമുക്കിപ്പോൾ അത് തൊടണ്ട. ദൈവത്തിന് മഹത്വം. എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള ഏദൻ തോട്ടം കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലമാണ് കനാൻ ദേശം. എല്ലാം കൊണ്ടും നല്ല സ്ഥലമാണ് കനാൻ. മനോഹരമായ ദേശം, സുന്ദര സുരഭിലമായ ദേശം. ഒത്തിരി വാക്യങ്ങൾ എടുക്കേണ്ടതുണ്ടെങ്കിലും തെളിവിനിപ്പോ ഒരു വാക്യം വായിച്ചു. കനാന്റെ പ്രത്യേകത ആവർത്തനം 8:7 മുതൽ. ആവർത്തനം 8:7 മുതൽ. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നതാണ്. അത് താഴ്വരയുന്ന മലയുന്ന പുറപ്പെടുന്ന നീരെടുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പ് യവവും മുന്തിരി അത്തിയും മാത്രമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. അല്ലാതെ കയ്യും കെട്ടി വായും പൂട്ടി ഇങ്ങനെ ചുമ്മാ മുണ്ടിയിരിക്കുമ്പോൾ ഇരിക്കാതെ സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നല്ല ദേശമാണ് ഈ കനാൻ ദേശം. യോർദാനക്കര കാണുന്നു ഞാൻ വാഗ്ദത്ത ദേശം ശോഭയാൻ. യോർദാനക്കര കാണുന്നു ഞാൻ. ഇപ്പൊ കാണുന്നില്ലേ? നല്ല സ്ഥലമാണ് കനാൻ ദേശം. ഇവിടെ ആവർത്തന പുസ്തകം 8:7 പറയും, അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ, നല്ല ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മോട് ബന്ധപ്പെട്ട് പറഞ്ഞ നല്ല സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവസഭ. ഇതിൽ മെച്ചപ്പെട്ട ഒരു സ്ഥലം ഇനിയില്ല. കൃത്യ സ്ഥലത്താണ് നമ്മൾ വന്നുപെട്ടിരിക്കുന്നത്. വരേണ്ട സ്ഥലത്താണ് നമ്മൾ വന്നു ചേരേണ്ട സ്ഥലത്ത് വന്നിരിക്കുക. വരേണ്ട സ്ഥലത്ത്. ഇതിനപ്പുറം വേറൊരു സ്ഥലമില്ല. നിങ്ങൾ ഇണങ്ങിയാലും പിണങ്ങിയാലും ആരെതിർത്താലും ഉടക്കിയാലും എന്തോ അഭിപ്രായം പറഞ്ഞാലും പെന്തിക്കോസ് ഉപദേശം പോലെ ഇത്ര ശ്രേഷ്ഠമേറിയ ഉപദേശം വേറെ ഇല്ല. പക്ഷെ ഉപദേശത്തിൽ എത്ര പേര് ജീവിക്കുന്നുണ്ടെന്നുള്ളത് അവനോ ശോധന ചെയ്താൽ മതി. പക്ഷെ നമ്പർ 1 ഉപദേശമായത്. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവസഭയിലെത്തിയത്. സ്തോത്രം. ഇതാ ഏറ്റവും വലിയ ഭാഗ്യം. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാനക്ഷോഭമില്ല. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. വരനോട് നിർഭയൻ ഇല്ല, പരിഭവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രം. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. കളിക്കോക്ഷങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃപാപം ധരിപ്പോരില്ല. കളിക്കോക്ഷങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃപാപം ജന സ്തുതി കോതികരല്ല. പരനെനിക്ക് കീഴ്പ്പെടണമെന്ന് ഭാഗ്യമിത്.
ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത് ഭാഗ്യനിധിയ പരമൻ സഭകരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയ പരമൻ സഭകരുളിയ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ. ഭാഗ്യമിത്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. നമ്മുടെ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാ ദൈവസഭയിൽ വന്നത്. നല്ലൊരു ദേശത്തേക്കല്ലോ ദൈവം നിന്നെ. അതിന് ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. ഇതിനകത്ത് വന്നോണ്ടാ പ്രത്യാശ ഇല്ലേ? നേരത്തെ വല്ല പ്രത്യാശയോ വല്ലതും ഉണ്ടായിരുന്നോ? അയ്യോ, ഞങ്ങൾ മിക്കപ്പോഴും ഈ വണ്ടിയെ പോകുമ്പോഴൊക്കെ പറയും, പണ്ട് കാലത്തായിരുന്നു മരിച്ചു കഴിയുമ്പം മരണ വീട്ടിൽ ദൈവമേ ഒരു പ്രത്യാശയില്ല. അതുകൊണ്ട് പ്രത്യാശ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് കരച്ചിലും കൂവിച്ച് അലമുറ നിലവിളിയും പൊത്തോന്ന് എല്ലാം താഴെ മോഹാലസ്യമാണെന്നാ പറഞ്ഞു. കള്ളത്തരവാ മിക്കതും. ഡെഡ് ബോഡി എന്നൊക്കെ എൻ്റെ അച്ഛനും പറഞ്ഞ് പൊത്തോന്ന് ചുമ്മാ ഉച്ച കഴിഞ്ഞ് അപ്പുറം വണ്ണം തിന്നുകൊണ്ടിരിക്കുന്ന കാണാം. മിക്കതും തട്ടിപ്പാ. പണ്ട് പ്രത്യാശയില്ല. അതുകൊണ്ട് തന്നെ മരണ വീട്ടിൽ നിങ്ങൾ ചെന്നിട്ടില്ലേ? പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, അടുക്കളയിൽ പെരുമാറത്തില്ല. അടുക്കളയിൽ പെരുമാറില്ല. അപ്പുറത്തെ വീട്ടിൽ പോലും ചിലർ. ഇവിടെ എൻ്റെ ഒരു അച്ചാച്ചൻ്റെ പെങ്ങളുണ്ടായിരുന്നു. ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഞങ്ങളും പോയി. എല്ലാവരും വേറെ പശ്ചാത്തലത്തിലാണ്. ഞങ്ങൾ ചെന്ന് അവിടെ നിന്നപ്പം ഞാൻ പറഞ്ഞു, ഇച്ചിരി വെള്ളം തരാം. ഇല്ല, മരണ വീട്ടിൽ ഞങ്ങൾ വെള്ളമൊന്നും. യോ ദൈവമേ, ഒരു പ്രത്യാശയില്ല. പ്രത്യാശയില്ലാത്തതുകൊണ്ട് ഇതെല്ലാം വിക്രിയകളാ നടക്കുന്നതെന്നറിയാമോ? ഇപ്പം നമുക്ക് ദുഃഖമുണ്ട്, വേർപാട്. ഏത് സമയത്ത് ആര് പോയാലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ദുഃഖമാ. പക്ഷെ ദുഃഖമുണ്ടെങ്കിലും സഹോദരിമാര് മൂടുപടമൊക്കെ ഇട്ട് വളരെ പ്രത്യാശയോടാണ് ഡെഡ് ബോഡിയുടെ മുന്നിൽ ഇരിക്കുന്നത്. ദുഃഖമില്ലാഞ്ഞിട്ടാണോ? അപ്പം മരിക്കുമ്പോൾ, അമ്മ മരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ പോകുമ്പോൾ, മാതാപിതാക്കൾ പോകുമ്പോൾ, ഉറ്റവര് പോകുമ്പോൾ, ഉടയവര് പോകുമ്പോൾ ദുഃഖമുണ്ട്. ദുഃഖമില്ലെന്നൊന്നുമല്ല. പക്ഷെ നമ്മുടെ ദുഃഖത്തിന്റെ വിശേഷത പൗലോസ് പറഞ്ഞു, പ്രത്യാശയുള്ള ദുഃഖമാണ്. പ്രത്യാശ ഇല്ലാത്ത ദുഃഖമുണ്ട്. പ്രത്യാശ, അതാ നമ്മുടെ ദുഃഖം. നമ്മുടെ പ്രത്യാശ എന്നാ? എന്തുവാ നമ്മുടെ പ്രത്യാശ? ഉറക്കം പറ. വീണ്ടും കാണും. എന്നാ ഒരു ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നബികം ഗമിച്ച വിജൂതര്. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നബികം ഗമിച്ച വിജൂതര്. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞു പോയ വിശ്വസ്തര്. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞു പോയ വിശ്വസ്തര്. അരുണ തുല്യമന്തുതി വിളങ്ങി പല പല പ്രിയ മുഖങ്ങള്. അരുണ തുല്യമന്തുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ കാണും ഞാൻ. ഇവകിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം. ഇവകിൽ മാത്രം ധ്യാനമേ കരളിന. ആയിരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദം. ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദം. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. കാണും
ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതാ നമ്മുടെ പ്രത്യാശ. അത് ഈ മാർഗത്തിൽ വന്നത് കൊണ്ടാണ്. അതാ ഈ മാർഗത്തിന്റെ വിശേഷത. നമ്മളെ വിട്ട് മൺമറഞ്ഞവരെ എല്ലാം നമ്മൾ വീണ്ടും കാണും. അത് പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല കാണുന്നത്. അപ്പച്ചനാന്നാ തോന്നുന്നത് വാതൊക്കെ അവന് പട്ടിയോ? എടാ അച്ഛനാടാ വാഴത്തണ്ടേ ഇരിക്കുന്നേ. ഏത് അച്ഛൻ എന്തിനാ വാഴത്തണ്ടേ കയറിയിരിക്കുന്നത്? എടാ പോട്ടാ, വാഴത്തണ്ടേലും ഇരിക്കത്തില്ല, പരിയമ്പറത്തോട് നടക്കത്തില്ല, കോഴിയായിട്ടൊന്നും. ആ പൂവൻ കോഴിയാ കണ്ടിട്ട് അച്ഛനാന്നാ. അതിൻ്റെ ആ ചുണ്ടും പൂവും. ഊളത്തരമൊന്നും വിളിച്ച് പറയരുത്. അച്ചായൻ ഇങ്ങനൊന്നും അല്ല വരുന്നത്. അച്ചായൻ പുത്തൻ ശരീരത്തോടാ വരുന്നത്. കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും പുത്തൻ ശരീരത്തോടെ. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏത് വിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്ന മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു മല്ലതിന്റെയോ മണികളെത്ര ദൈവമോ ഓരോന്നിന് അധതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും പറ ഇങ്ങനെ തന്നെ മിക്കവാറും. മരിച്ചവരുടെ പുനരുദ്ധാനം അങ്ങനെ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ നാം എങ്ങനെ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാ. ജീവിപ്പിക്കുന്ന ഈ ആത്മാവല്ല, പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. പിന്നെ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനെ പോലെ, മണ്ണുകൊണ്ടുള്ള സ്വർഗീയനെ പോലെ, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. പിന്നെ സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജാവകാശമാക്കുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ അറിയുന്നു. നാം ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് നാം ഉറച്ചിരിക്കുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാ എന്ന നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാകളാനത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്ക് നാം എല്ലാം രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായിട്ട് ഉയർക്കും. പിന്നെ നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള നതുരത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള നതുരത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകണം. പ്രൈസ് ദി ലോർഡ്. എന്ത് നല്ല പ്രത്യാശയാണ് നമുക്ക്. ഞാൻ പറയാം, അപ്പച്ചൻ പല്ലിയായിട്ട് വരുന്നു, കോഴിയായിട്ട് വരുന്നു. അപ്പച്ചൻ എന്തിനാ കണ്ടം പൂച്ചയായിട്ട് വരുന്നത്? ഒന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. മരണമേ വിഷമെങ്ങു നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു, തനിക്ക് സ്തുതി ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. തൻ ക്രൂശിൽ ഞാനും മരിച്ചു, നിത്യമാ ജീവൻ കൈ മരിച്ചു.
തൻ ക്രൂശിൽ ഞാനും മരിച്ചു നിത്യമാ ജീവൻ കൈ മരിച്ചു തന്നിൽ ഞാൻ സർവവും ലയിച്ചു തന്നിൽ ഞാൻ സർവവും ലയിച്ചു ഹല്ലേലൂയ മരണമേ വിഷം എങ്ങു നിന്റെ വിജയവും എവിടെ എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ എന്നേശു മരണത്തെ തനിക്കു സ്തുതി ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നമ്മുടെ പ്രത്യാശ വലിയ പ്രത്യാശയാണ്. അവനെ താൻ ഇരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നതാകൊണ്ട് അവനോട് ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. ദൂതതുല്യരാകും. മാമയ്ക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ദൂതതുല്യരാകും നമ്മൾ. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഇതര വ്യക്തികൾക്കില്ല. ഇത് വേർപെട്ട ദൈവമക്കൾക്കാ. നമുക്ക് ദുഃഖമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ ദുഃഖമുണ്ട്. പക്ഷെ ദുഃഖം പ്രത്യാശയുള്ള ദുഃഖമാ. ഒരു ദിവസം നമ്മൾ കാണും, നമ്മൾ ഒന്നിച്ച് കർത്താവിനോട് കൂടെ വസിക്കും. അത് കുറെ നാളല്ല, യുഗായുഗം. അതാ ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. അതാ നല്ലൊരു ദേശത്തേക്കല്ലോ നിങ്ങളെ കൊണ്ടുപോകുന്നേ. ഇസ്രായേലിന് പറയാം, അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അതിന് പറയാ, അത് താഴ്വരയ്ക്കെന്നും മലയ്ക്കെന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള എന്ന് പറഞ്ഞ വെള്ളത്തിന് പഞ്ഞമില്ല. എവിടെ എവിടെ വളയങ്കോടാണോ? പിന്നെ അതെവിടാന്ന് അതങ്ങ് പറ. കനാൻ ദേശത്ത് വെള്ളത്തിന് പഞ്ഞമില്ലെന്ന്. താഴ്വരയ്ക്കെന്നും മലയ്ക്കെന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവയുള്ള സ്ഥലമാണ്. ഉറവയുള്ള സ്ഥലമാണ്. അല്ല, ഉപദേശത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങി പോവുക. എഹെസ്കേൽ വായിക്കുന്ന ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ രോഗശാന്തി ഉണ്ടാകും. അതിന്റെ അക്കരെ ഇക്കരെയും വൃക്ഷങ്ങളുണ്ട്. സ്തോത്രം. ഏൻഗതി മുതൽ എക്കളയും വരെ മീൻപിടുത്തക്കാരൊന്ന് വല വീശി മീൻ പിടിക്കും. അതിലെ മീൻ മഹാനദിയിലെ മത്സ്യം പോലെ. ആരോട് പറയാനും? ദൈവത്തിന് മഹത്വം. ഇഷ്ടം പോലെ വെള്ളം. കർത്താവ് പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അതാ ഇമ്മണി വെള്ളം തരുമെന്നല്ല, ജീവജലത്തിന് നദി. അപ്പൊ സഹോദരി പറഞ്ഞു, സ്തോത്രം, എന്ത് ചെയ്യാ ആ വെള്ളം? നിന്റെ കയറുമില്ല, അങ്ങനൊരു പാട്ടില്ല, കയറില്ല. ഞാനങ്ങനെയാണോ? പാടിക്ക, കേക്കട്ടെ. കേക്കട്ടെ, ഒന്ന് പാട്. ദൈവത്തിന് മഹത്വം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഇഷ്ടം പോലെ ഒഴുകും. ഈ നാട്ടിൽ വന്നാൽ, ഈ ദേശത്ത് വന്നാൽ വെള്ളത്തിന് പഞ്ഞമില്ല എന്ന് പറഞ്ഞാൽ, കൃപയിൽ വന്നാൽ നിനക്ക് നല്ലതുപോലെ ആരാധിക്കാം. നിന്നെ ആരും തടയത്തില്ല. അന്തരീക്ഷം നന്നായിട്ട് വരുമ്പോൾ എഴുന്നേറ്റ് നൃത്തം ചെയ്ത് ആരാധിക്കാം. നേരത്തെ പോയെടുത്ത് ഇന്നെടുത്ത് ഇടയ്ക്ക് ഗ്ലോറി എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവരെല്ലാം ചോദിക്കും, ആരാടാ ഇതിനകത്ത് കയറി? അവിടെ വലിയ പരിപാടി നടത്തുമ്പോൾ ഗ്ലോറി വിക്ടറി എന്നൊക്കെ പറഞ്ഞ, പണ്ട് ഞങ്ങൾക്ക് ഒരു കൊച്ചമ്മയുണ്ടായിരുന്നു. കൊച്ചമ്മ അനിയത്തി നമ്മുടെ ഇപ്പോഴത്തെ കോട്ടയത്തെ സെൻട്രൽ പാസ്റ്റർ ജോയി ഫിലിപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ അമ്മച്ചി വിയപുരംകാരിയാണ്. വിയപുരം
നമ്മുടെ മൺമറഞ്ഞ ബഹുമാനപ്പെട്ട MB വർഗീസ് പാസ്റ്ററുടെ വീടിനടുത്ത കൊച്ചമ്മയുടെ വീട്. വർഷങ്ങൾക്ക് മുമ്പ് ആ കൊച്ചമ്മേനെ പിന്നെ ഇവിടെ കാനത്തെ കട്ടയക്കൊച്ചായൻ എന്ന് പറയുന്ന അദ്ദേഹം വിവാഹം ചെയ്തു. കട്ടയക്കൊച്ചായൻ്റെ മകനായി ഇപ്പം കോട്ടയത്തെ സെൻട്രൽ പാസ്റ്റർ ജോയി ഫിലിപ്പ്, അദ്ദേഹത്തിൻ്റെ ബ്രദറുണ്ട് ജോൺ ഫിലിപ്പ്. അപ്പോൾ അമ്മച്ചി നല്ല ഒരു അമ്മച്ചിയാണ്, എനിക്ക് വലിയ ഇഷ്ടമായി, എന്നെ ഇഷ്ടമായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ട് ആ വീടുമായിട്ട്, കട്ടയിലെ വീടുമായിട്ട്. അപ്പോൾ ഈ കൊച്ചമ്മ സാക്ഷ്യം ഒരിക്കൽ പറഞ്ഞപ്പം പറഞ്ഞു, ഓർത്തഡോക്സ് പള്ളിയാണ്. അപ്പം പള്ളിക്കകത്ത് കുർബാന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ കൊച്ചമ്മയും കൊച്ചമ്മയുടെ അനിയത്തി അഭിഷേകം പ്രാപിച്ചു, പള്ളിക്കകത്ത് വെച്ചു. അന്നത്തെ കാലമല്ലേ, 10-80 കൊല്ലം മുമ്പ്. ഇവർ അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചു. പള്ളിക്കാരെല്ലാം കൂടെ പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അന്ന് പെൺകുട്ടികളാണ്, രണ്ടിനെയും കൂടെ പിടിച്ച് ഇവർ ആറ്റിലെറിഞ്ഞു, ഈ ചേടുത്തി അനിയത്തിയും കൂടെ. കുട്ടനാട്ടുകാരായതുകൊണ്ട് വെള്ളത്തിൽ പരിചയമുണ്ട്. ഒരു തരത്തിൽ മുങ്ങിയും പൊങ്ങിയും പതച്ച് ഒരു വീടിൻ്റെ കടവിൽ ചെന്ന് കയറി ആരോ രക്ഷിച്ചു. കൊല്ലാനെറിഞ്ഞതാ, അന്നത്തെ കാലമാണ്. അങ്ങനെ ആ വീട്ടിൽ അവർ കൊണ്ടുപോയി അവരുടെ നിലവറയ്ക്കകത്ത് ഏതാണ്ട് 16 ദിവസം പാർപ്പിച്ചു. എന്നിട്ട് ഈ മാർഗത്തിൽ നിന്ന് പിന്മാറിയില്ല. പിന്നത്തേതിൽ ആ കട്ടയ കൊച്ചായനെ ഈ കൊച്ചമ്മയെ വിവാഹം ചെയ്തു. ആ കൊച്ചമ്മയുടെ മോനായി ഇപ്പോഴത്തെ സെൻട്രൽ പാസ്റ്റർ ജോയി ഫിലിപ്പ്. ആ കൊച്ചമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു, നേഴ്സായിരുന്നു, തിരുവനന്തപുരത്ത്, അൺമാരീഡ് ആയിരുന്നു, കടന്നുപോയി. അങ്ങനെയൊക്കെ സാക്ഷ്യമാണ്. അപ്പം ഞാൻ ഓർപ്പിച്ചത്, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഇവിടെ വെള്ളത്തിന് മഞ്ഞമില്ല, ദൈവത്തിന് മഹത്വം. ഇത് താഴ്വരയിൽ മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഇഷ്ടം പോലെ വെള്ളം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. എല്ലാവരും സെക്രട്ടറി ആയില്ലെങ്കിലും, എല്ലാവരും ട്രഷറർ ആയില്ലെങ്കിലും, എല്ലാവരും കമ്മിറ്റി കയറിയില്ലെങ്കിലും, എല്ലാവരും സെന്ററിന്റെ ചുമതല വഹിച്ചില്ലെങ്കിലും, കൗൺസിലിൽ പോയില്ലെങ്കിലും, കുമ്പനാട്ട് പോയില്ലെങ്കിലും, ആമേൻ, എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. കുഞ്ഞുങ്ങളോടൊക്കെ പറയും, എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. ഇവിടെ നിങ്ങൾ 3 പേരും എന്നെ എടുക്കുക, ഇപ്പം വിടാ. അഭിഷേകം പ്രാപിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കൈ പൊക്കിക്കുക, കാണട്ടെ. കൈ അങ്ങോട്ട് പൊക്ക്, കാണും. നിങ്ങളെല്ലാം അഭിഷേകം പ്രാപിച്ചത്. നിങ്ങൾ പൊക്കടാക്കെ അത് കാണട്ടെ. അതിന് നിന്റെ അഭിഷേകം കൊള്ളുകയല്ലേ? 2 പേരിൽ കാണിക്കുന്നല്ലേ, ബിൽഡിങ്ങിന്റെ മണ്ട നിൽക്കുന്നത് പോലെ. അഭിഷേകം പ്രാപിച്ചു, സംശയമാണോ? കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. അവിടെ അഭിഷേകം പ്രാപിച്ചവരെല്ലാം ഒന്ന് പൊക്കിക്ക്, കൈ പോയി. ചിലക്ക് ഇപ്പോഴും സംശയമാണ്, എൻ്റെത് ശരിയാണോ അല്ലയോ എന്നായിരിക്കും. എല്ലാവരും അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. ഈ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ എന്തെല്ലാം വിടുതലുകളാണ്. സ്തോത്രം. ഇതുവരെ മാറാത്ത മാറാരോഗം മാറും. അറിയാതെ തന്നെ ചില കെട്ടുകൾ പൊട്ടും. ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തോത്രം, ബന്ധനങ്ങൾ അടിയും, സകല കെട്ടും നമ്മൾ പൊട്ടിക്കേണ്ടത് പൊട്ടിക്കോളും. പെന്തിക്കോസ് ആരാധന എന്ന് പറഞ്ഞാൽ രോഗശാന്തി വരുത്തുന്ന ആരാധനയാ. പെന്തിക്കോസ് ആരാധന ബന്ധനങ്ങളെ അടിക്കുന്ന ആരാധനയാ. പെന്തിക്കോസ് ആരാധന സാത്താന്യ ശക്തിയെ പൊട്ടിക്കുന്ന ആരാധനയാ. പെന്തിക്കോസ് ആരാധന മന്ത്രവാദവും കൂടോത്രവും ആഭയാരത്തിന്റെ അടിച്ചിലിളക്കുന്ന ആരാധനയാ. പെന്തിക്കോസ് ആരാധന 4-ാം വേദത്തിന്റെ കെട്ട് പൊട്ടിക്കുന്ന ആരാധനയാ. പെന്തിക്കോസിന്റെ ആരാധന തീ കത്തുന്ന ആരാധനയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ ആത്മനിറവിൽ, ആത്മശക്തിയിൽ, പരിശുദ്ധാത്മ വ്യാപാരത്താൽ
ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദിയൊന്നതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. തോട്ടം നനയ്ക്കാൻ നദി പുറപ്പെട്ടു. അത് 4 ശാഖയായി പിടിക്കുന്നു. ഒന്നാമത്തത് പീശോൻ, അതിന് വെള്ളച്ചാട്ടം എന്നർത്ഥം. കവിയില ദേശമൊക്കെ ചുറ്റും അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുണ്ട്. അവിടുത്തെ പൊന്നും ബേത്തരമാ. ഇന്ന് രാത്രി നിന്റെ വരണ്ട അനുഭവങ്ങള് മേച്ചു തരുവാൻ കഴിവുള്ള ആത്മ വ്യാപാരത്തിന്റെ ശക്തി അടിമ കുടിയാ രഗതന വിരിവികമന. ദൈവത്തിന് മകിത്തം, ദൈവത്തിന് മകിത്ത്. ഇന്ന് രാത്രി രോഗബന്ധനം അടിക്കട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിക്കട്ടെ. അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടിയിരിക്കുന്ന രോഗവും രോഗാണുക്കളും രോഗപീഠങ്ങൾ ഇന്ന് രാത്രി ഉരുകി മാറട്ടെ. എല്ലാ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ.